ഇതിന് പറ്റിയൊരു കവറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് എയ്ക്ക് കൊടുത്തപ്പോൾ പക്ഷെ നല്ല ദുരന്തമായിരുന്നു. ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ ഈ AI ടൂൾസ് എല്ലാം സഹായകമായി വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എഴുത്തിലല്ല, ഇതിന്റെ കവർ എന്തെങ്കിലും ഐഡിയാസ്, ഇപ്പൊ ഞാൻ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റോറി, ഇതിന് പറ്റിയൊരു കവറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് എയ്ക്ക് കൊടുത്തപ്പോൾ പക്ഷെ നല്ല ദുരന്തമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഞാനതങ്ങ് വിട്ടു. ഞാൻ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും കഥ എഴുതാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ നമുക്ക് എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോട്ട് നമുക്കിപ്പോൾ ഈ ചില സമയം സ്റ്റക്കായി പോകും, അത് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും സ്റ്റോറി ഇടാനോ ഒക്കെ ആയിരിക്കും, അല്ലാതെ എഴുത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇതൊന്ന് പോളിഷ് ചെയ്ത് തരാൻ പറ്റുമോ, അത് ഇംഗ്ലീഷിലായിരിക്കും, അവർ നന്നായിട്ട് പോളിഷ് ചെയ്ത് തരും. അപ്പം അങ്ങനെയുള്ളതാണ്. ഇപ്പം റൈറ്റിംഗ് വരുമ്പോൾ സത്യത്തിൽ പല ആൾക്കാരും പറയും ഇനിയിപ്പം എഴുത്തൊക്കെ ഇതിൽ കൊടുത്താൽ മതി കിട്ടുമെന്ന് പറയും. അതെനിക്ക് ഇപ്പോഴും ഒരു എങ്ങനെയാണത് വരുന്നതെന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷിൽ ചെയ്തു തരുമായിരിക്കും, മലയാളം അത് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം ഇട്ട് കൊടുത്താലും നമുക്കത് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല, കറക്റ്റ് ആയിട്ടാണോ. ഇപ്പം റീഡേഴ്സിന്റെ പൾസ് അറിയാൻ പറ്റുന്നത് നമുക്ക് മനുഷ്യർക്കാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. ഫ്യൂച്ചറിൽ അത് വരുമായിരിക്കും, വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. പിന്നെ എന്നാലും എനിക്ക് അതിനോട് അത്ര ഇതില്ല.